സെയിം എക്സാം ഒക്കെ തുടങ്ങിയതുകൊണ്ട് നാളെ എക്സാം തുടങ്ങുകയാണ് ഗൈസ്. സോ കാര്യമായിട്ടുള്ളൊരു പഠിത്തത്തിലാണ് ഞാൻ. പിന്നെ പുറത്ത് വന്നിരിക്കുക പഠിക്കാൻ നല്ല രസമാണ്. പിന്നെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. മുകളിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. സോ നല്ല ചൂടുണ്ട്. എന്നാലും പഠിക്കണം. പിന്നെ ഹലോ ഗൈസ്, നമ്മളൊരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ ചോറുണ്ടാക്കി. അതും ഒരു വീട്ടിൽ നിന്നല്ല, ഞാനും എൻ്റെ അനിയനുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ചോറുണ്ടാക്കിയത്. എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഇവിടെ പുറവശമാണ്, പുറത്ത് വശത്തിലെ ഒരു മുക്കയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. വാഴകളൊക്കെ വെച്ചാണ് ഒരു മുക്കയിലാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഉണ്ടാവും. അത് ഈ കലത്തിലായിരുന്നു. കലത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ട് വേറൊരു ഇതിലേക്ക് വെച്ചിട്ടാണ്. കണ്ടോ കത്തിരി കണ്ടോ, ഇപ്പോൾ അതൊക്കെ വന്നാൽ നമുക്ക് കാണാം. കത്തിരി കണ്ടോ, ഓല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടാണ് ഗൈസ്. ഇതാണ് നമ്മൾ വെച്ച ചോറ്. കണ്ടോ, നമ്മുടെ സ്വന്തം കൈ കൊണ്ട് വെച്ച സ്വന്തം ചോറാണ്. നിങ്ങൾ ശരിക്കല്ലാന്ന് ഞങ്ങൾ അത്യാവശ്യം തന്നെ പറഞ്ഞത്. ഞങ്ങൾ വെച്ച ചോറ് തന്നെയാണ്. ഞങ്ങൾ ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. പാത്രം കണ്ടോ നിങ്ങൾ, ഇതാണ് ഞങ്ങൾ ചോറ് വെച്ച പാത്രം. ഇനി നിങ്ങൾക്ക് വിശ്വസിച്ചോലോ ഞങ്ങൾ ചോറ് വെച്ചോ ഇല്ലേന്ന്. ഇതേ കണ്ടോ, ഇതാണ് ഞങ്ങൾ ചോറ് വെച്ച പാത്രം. ഇതിൽ വെച്ച് കുറച്ച് ചെറിയ ചെറിയ ചോറ് മണികളൊക്കെ ഉണ്ട്. കണ്ടോ, ഞാൻ ചോറ് വെച്ച പാത്രം കരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോയാൽ അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് കൂട്ടാൻ നമ്മളത് വൃത്തിയാക്കാണ്. ഇനി വീഡിയോ കഴിഞ്ഞിട്ട് വരാൻ എനിക്കും കൂടി ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇവിടെ കൊണ്ടിട്ടാണ്. അപ്പം അതൊക്കെ ഇടാം. അപ്പം എനിക്ക് വരും. എൻ്റെ ഞങ്ങൾ വെച്ച മൂടിയുടെ കേട്ടോ. കണ്ടോ, നല്ല രസമില്ലേ വയസ്സ് കാണാൻ. ഇനി എല്ലാവരും എന്തായാലും വിശ്വസിച്ചുണ്ടാവല്ലോ. നമുക്ക് ചോറ് വയ്ക്കാൻ പോയാലോ. ഒരു 8-9 പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 5-6, 8, 9 മുതൽ നമുക്കതൊക്കെ അനുവദിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ കുറവുള്ള കുട്ടികളൊന്നും അനുവദിക്കുക. കാരണം തീയാണ് മക്കളെ കളി. 9 തൊട്ട് അപ്പോൾ തീയാണ് മക്കളെ കളി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അനിയച്ചക്കൻ അടിച്ചു വരാണ്. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് പോവാം. നമ്മൾ വെച്ചത് നമ്മുടെ സ്വന്തം ചോറ് നമുക്ക് കഴിക്കാനായിട്ട് പോവാം. സാമ്പാർ വയ്ക്കണം. ഇവിടെ കഴിക്കണ്ടല്ലോ, അവിടെ ഇരിക്കും. ഇവിടെയാണെങ്കിൽ ചോറ് സാധനമായി പോവും. അപ്പോൾ ഗൈസ് നമുക്ക് കഴിക്കാം. അപ്പോൾ സാമ്പാർ വയ്ക്കാം. ഓക്കെ കേട്ടോ, നമുക്ക് സാമ്പാർ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചോറാണ് ഗൈസ്. ചോറ് ഒരു ഉരുളത്തിനുണ്ടോ? ഇതുണ്ട്. അനിയഞ്ചക്കം തന്നെ കേട്ടാ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാം മടക്കി വയ്ക്കാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാം മടക്കി വയ്ക്കാണ് കേട്ടോ. താങ്ക് യു. ചെരുപ്പിടാം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോ ഞാൻ ഇനി വരും. അപ്പോൾ ബൈ, സീ യു.